പോയിട്ട് വേഗം വരണോട്ടോ, ഭയങ്കര തണുപ്പാട്ടോ കൂട്ടെ. ഓടിക്കോ. അസ്മിൻ തപ്പ വയ്യങ്ങോട്ട് കയറ്, പിന്നെ പോവാ. വാ കൂട്ടാ. Aspen. 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 എത്തിയായി കൂടെ കയറി വന്നേ. ഇന്ന് നമ്മുടെ ടുട്ടു മുട്ട ഇട്ടിട്ടുണ്ട് കേട്ടാ. ടുട്ടുവിൻ്റെ പെയിൻ്റ് അടിച്ച മുട്ട. മറ്റേത് നമ്മുടെ സാധാരണ മുട്ട, മറ്റേത് താറാമുട്ട കേട്ടാ. ടുട്ടുവിൻ്റെ മുട്ടയുടെ കളർ നോക്കിക്കേ. ഇതാണ് ടുട്ടുവിൻ്റെ മുട്ടയുടെ ഒറിജിനൽ കളർ കേട്ടോ. പുറത്ത് വെച്ചിട്ട് പിടിക്കുമ്പോഴേ ശരിക്കും അതിൻ്റെ കളർ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. നല്ല ഡാർക്ക് കളറാണ്. ആണ് നമ്മുടെ ടുട്ടുവിൻ്റെ മുട്ടയുടെ കളർ കേട്ടോ. ഞാനിപ്പോൾ എടുത്തതാട്ടോ കൂട്ടിന്ന്. ടുട്ടു നമ്മുടെ അടുത്ത് വന്ന് നിൽക്കുന്നുണ്ട്. ടുട്ടുവിൻ്റെ പെയിൻ്റ് അടിച്ച മുട്ടയൊക്കെ ഞാൻ ആൾക്കാരെ കാണിച്ചിട്ടുണ്ട്. ടുട്ടു നാളെ തുടങ്ങി പെയിൻ്റ് അടിച്ച മുട്ടയിൽ നിന്നിട്ട് ആൾക്കാരെ പറ്റിക്കരുത്. ഓക്കെ ടുട്ടു. മറ്റേതുണ്ട് നമ്മുടെ സാധാരണ മുട്ട. ഇതിനകത്ത് നോക്കിക്കേ. ഇപ്പം നമ്മൾ പുറത്ത് നിൽക്കുമ്പോൾ ശരിക്കും ആ നല്ല റെഡ് കളർ കാണുന്നുണ്ട്. ഞാനന്ന് തമ്പനയിലായിട്ട് ഒരു കയ്യിൽ ഫോട്ടോ പിടിച്ചിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആരോ പറയണ്ടായിരുന്നു തമ്പനയിൽ ഫേക്ക് ഇട്ടിട്ട് പറ്റിക്കാന്ന്. കാരണം അതേ പല കളറായിട്ട് നമ്മൾ കാണാം. അകത്തിരിക്കുമ്പോൾ നമ്മൾ വേറെ കളറാണ്. ഇതാണ് ഇതിൻ്റെ ശരിക്കും ഒറിജിനൽ കളറാട്ടോ. പുറത്ത് നിൽക്കുമ്പോഴേ നമുക്ക് ശരിക്കും അറിയാൻ വേണ്ടിയിട്ട് പറ്റും. നമ്മുടെ കോഴീനെ കഴിച്ചിട്ടു. നമ്മുടെ അതേ കോഴികൾ ഐസിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ആ കോഴി ഐസൊക്കെ കൊത്തി തിന്നണ്ടുണ്ട് കേട്ടോ. അവിടെ നമ്മൾ ചൂടെല്ലാം കൊണ്ടുവന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പക്ഷെ കോഴിക്ക് ഐസ് കഴിക്കാനാണ് ഇഷ്ടം. നേരത്തെ ഐസ് കൊത്തി കഴിക്കുന്നുണ്ടായിരുന്നു. പടയിച്ചാണ് സ്നോ ഒക്കെ നടക്കുന്നത്. താറാവുകളൊക്കെ അവിടെ നിന്നിട്ട് വെള്ളമൊക്കെ കുടിക്കുന്നുണ്ട്. അടുത്ത ഒരു ബില്ലൂസി കോഴി. ഇവരൊക്കെ ബില്ലൂസി കോഴികളാണ്. ഈ കളറുള്ള കോഴികളൊക്കെ ബില്ലൂസി കോഴികളാണ്. ഞങ്ങള് ബാക്കിലേക്ക് ജസ്റ്റ് ഒന്ന് പോയിട്ട് വരാട്ടെ. നമ്മുടെ പച്ചക്കറി തോട്ടവും പിന്നെ നമ്മുടെ ഡാലിയ തോട്ടമൊക്കെ എന്തായി നോക്കണ്ടേ. ഇതിന് മുമ്പ് ഒരിക്കലും നമ്മൾ സ്നോ വീണ് കഴിഞ്ഞപ്പോൾ അന്ന് നമ്മൾ അവിടേക്ക് പോയിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഡാലിയ തോട്ടമൊക്കെ കിടക്കണ നോക്കിക്കേ. ഫുള്ള് ഐസിൽ മൂടി കിടക്കുകയാണ്. നമ്മുടെ ഡാലിയ ഡാലിയയുടെ കിഴങ്ങൊക്കെ അതിൻ്റെ അടിയിൽ കിടക്കുന്നുണ്ട് കേട്ടോ. ഈ വർഷം സ്നോയ്ക്ക് മാറുമ്പോൾ എല്ലാവരും പിടിച്ച് വരുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇതാണ് നമ്മുടെ എത്ര കിളികളെ പറഞ്ഞു. ഇതാണ് നമ്മുടെ പച്ചക്കറി തോട്ടമൊക്കെ സ്നോയിൽ തന്നെ മുങ്ങി കിടക്കാണ്. നമ്മുടെ കുറച്ച് കോഴികളൊക്കെ അവിടേക്ക് നടക്കുന്നുണ്ട്. കിളികളൊക്കെ കിടന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കിടന്നിട്ട് കരച്ചിലും ബഹളമൊക്കെയാണ്. ആഹാ നല്ല തണുപ്പ്. ഇനി ഞാൻ പോട്ടെ.
മുന്തിരിയായിട്ടായി നിൽക്കണത്. ഈ വർഷം മുന്തിരി ഉണ്ടാവും വിചാരിച്ചിട്ടാണ് ഞാൻ ഇരിക്കണത്. ദൈവമേ, ചെറുക്കം പുറത്തിറങ്ങിയില്ല. ഞാൻ പോന്നപ്പോ ഞാൻ തന്നെയല്ലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ വാല് ഞാൻ ഫുള്ളായിട്ട് അടച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഡോർ ലോക്കായി പോകുന്നു വിചാരിച്ചിട്ട് ആ ചെറുക്കൻ അവിടെ കുത്തിരിക്കുന്നുണ്ടായിരുന്നു ജനലയുടെ പുറത്തേക്ക് നോക്കിയിട്ട് കാഴ്ച കണ്ടിട്ട്. കണ്ടാ അതിൻ്റെ ഉള്ളിൽ കൂടെ ഇറങ്ങി വന്നേക്കന്തേ കാണണത്. എങ്ങോട്ടേക്ക് പോണേ എൻ്റെ മോനെ നീയേ? എങ്ങനെയാ വാല് തുറന്ന്? ഞാൻ ഇച്ചിരി തുറന്നു വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ആ സ്നോയുടെ ഉള്ളിൽ കൂടെ ഇറങ്ങി പോണോക്ക്. ആരെ കാണാനാ പോണേ? ഈ തണുപ്പത്ത് ഒരു മനുഷ്യനും അവിടെ ഇല്ല. ഇങ്ങനെ ഒരു ചെറുക്കനെ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഏത് തണുപ്പത്തും ഏത് ഐസ് വീഴ്ചയിലും എത്ര മഞ്ഞ് ശക്തിയായിട്ട് വീഴുന്നുണ്ടെങ്കിലും വാല് തുറന്നിട്ടുണ്ടെങ്കിൽ അവൻ നോക്കണം. അതിന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് അവൻ ഈ കാഴ്ചകളെ കാണാൻ വേണ്ടിയിട്ട് വലിയ ഇഷ്ടമാണ്. പിള്ളേർ പറയേ ഇങ്ങനെ അയച്ചു തരുന്ന പൂച്ചയ്ക്ക് ലൈഫ് കുറവാന്ന് പറയും. അപ്പോൾ ഞാൻ എപ്പോഴും പറയും അവൻ്റെ ലൈഫ് ഇങ്ങനെ വീടിൻ്റെ അകത്ത് തന്നെ ഇരുന്നിട്ട് അങ്ങനത്തെ ഒരു ലൈഫ് കിട്ടിയിട്ട് കാര്യമില്ലല്ലോ. അവൻ്റെ ഇഷ്ടം പോലെ അവൻ നടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ അവനെ അയച്ചിടും. കാരണം വീട്ടിലിരിക്കുന്നത് തീരെ ഇഷ്ടമില്ല ചെറുക്കന്. താറാവുകൾ കുറച്ച് വെള്ളം ഉള്ളെങ്കിലും പുളിയോട് പുളിയാണ്. അങ്ങനെ കോഴികൾക്ക് തീരെ ഇഷ്ടമാവണില്ല. അവർ വന്നിട്ട് ഐസൊക്കെ കോരി തിന്നും. ഇവരാ വെള്ളത്തിൽ കുറച്ച് വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. കാരണം കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുത്താലും കാര്യമില്ല, പെട്ടെന്ന് ഐസാവേ. ഇവരുടെ കുളിയും പരിപാടികളൊക്കെയാണ് ആ വെള്ളത്തിൽ. ഓ, എന്ത് വലിയ കിളിയാ പറഞ്ഞോളെ. പോയി അതാ മരത്തുമ്പോൾ പോയിരിക്കട്ടെ. ആ മരത്തുമ്പോൾ പോയിരിക്കുന്നുണ്ട്. ഈഗിളായിട്ടാണ് എനിക്ക് തോന്നുന്നു. കോഴിനൊന്നും പിടിക്കാൻ വേണ്ടിയിട്ട് ആരും വരാറൊന്നുമില്ല. വലിയൊരു കിളിയാണ്. എന്ത് സാധനമാണ് പെട്ടെന്ന് പറഞ്ഞുകൊണ്ട് കണ്ടത്. അവിടെ ആ മരത്തുമ്പോൾ പോയിട്ട് ഇരിക്കുന്നുണ്ട്. കിളികളെ കിടന്നിട്ട് പല സ്ഥലത്തും കിടന്നിട്ട് നല്ല സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട്. അവിടെ ഈ മരത്തുമ്മയ്ക്ക് കിളികൾ വന്നിരിക്കുന്നുണ്ട്. മരത്തുമ്മ ഇലകളൊന്നും ഇല്ലാത്തന്നെ കിളി ഏതാ മരത്തിൻ്റെ കൊമ്പ് ഏതാണെന്നൊന്നും മനസ്സിലാക്കാൻ വേണ്ടി പറ്റില്ല. ആ മരത്തുമ്മ പോയിട്ടുണ്ട്. വലിയൊരു കിളിയായിരുന്നു. പിന്നെ കാണാനില്ല, അവിടെ പോയിരിക്കുന്നുണ്ട്. ഇരുന്നാലും നമുക്ക് തന്നെ കാണാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഞാൻ പോട്ടെ. രാവിലെ നേരം ആയതുകൊണ്ട് തന്നെ നോക്കി ആകാശമൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഭംഗിയുണ്ട്. മരത്തമ്മയ്ക്ക് കുഞ്ഞു കിളികൾ വന്നിരുന്നിട്ട് പാട്ടുള്ള പാടുന്നേ ഇരുന്നിട്ട്. അവിടെ ആരാ നിന്ന് നോക്കണേ വാതിന്റെ അടുത്ത്? ടുട്ടുണ്ടല്ലോ അവിടെ. ടുട്ടുന്റെ കാല് കാണുന്നുണ്ടല്ലോ. കണ്ട ടുട്ടുനെ? കണ്ട അവള് കേട്ടണകത്ത്? കണ്ട അവള് കേട്ടണ്ട. പുറത്ത് നിന്നോട്ടെ. അപ്പൊ അകത്ത് നിൽക്കുന്നത് ഇഷ്ടം ഇല്ലെന്ന്. അപ്പോൾ നമ്മുടെ താറാവിനെയും കോഴിനെയൊക്കെ കയറ്റാൻ വേണ്ടിയിട്ട് പോവാണ്. ഞാൻ നോക്കിയപ്പോൾ അവിടെ സെൻസർ ലൈറ്റ് കത്തുന്നുണ്ട്. അപ്പോൾ അവിടെ താറാവ് വന്ന് നിൽക്കുമ്പോൾ സാധാരണ ലൈറ്റ് കത്തുക അവരവിടെ ഉണ്ട്. ഇപ്പോൾ പോയിണെങ്കിൽ എൻ്റെ പെട്ടെന്ന് പണി കഴിഞ്ഞില്ല. പിന്നെ ഇരുട്ടായി കഴിഞ്ഞാൽ കുറച്ചും കൂടി എനിക്ക് പാടാവും നടക്കാൻ വേണ്ടിയിട്ട്. തണുക്കണ്ടോടാ സ്നോമാനി നിനക്ക്? ആരെയും തൊപ്പിക്ക് വെച്ചിട്ട് നിൽക്കാൻ ചേട്ടൻ. സ്റ്റെപ്പ് ഏതാ മഞ്ഞ ഏതാന്ന് കണ്ടാൽ മനസ്സിലാവില്ല. താറാവുകൾ സ്നോയുടെ ഉള്ളിലായിരിക്കും. എന്നാലും ജീവൻ്റെങ്കിലും ഒരു കൂട്ടിൽ കയറത്തില്ല. ഞാൻ ചെന്ന് ഒന്ന് കൂടിൻ്റെ ഉള്ളിലേക്ക് ആനയിച്ചാൽ മാത്രമേ കൂട്ടിലേക്ക് കയറുള്ളൂ. ആ മഞ്ഞിൽ കിടക്കണ നോക്കിക്കേ. കുളിക്കാൻ വേണ്ടിയിട്ട് വെള്ളം വെച്ച് കൊടുക്കണ്ടാവേ. കുറേ എണ്ണം അതിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നുണ്ട്. എന്തിനാ ഈ മഞ്ഞിൻ്റെ ഉള്ളിൽ ഇരിക്കണേ? കയറങ്ങട്ടെ. ആ വെള്ളം തീർന്നിരിക്കുക അതിനകത്ത്. സാറില്ല ഒരാഴ്ച വരുന്നില്ല. കയറിക്കോ കയറിക്കോ.
എൻ്റെ അന്നത്തെ സ്നോമാൻ ഇവിടെ നിൽക്കണുണ്ട് കേട്ടോ. നല്ല കുട്ടപ്പനായിട്ടാണ് മുന്തിരി ഇപ്പോഴും നിൽക്കണുണ്ട് കേട്ടോ. ഞാൻ അന്ന് വെച്ചപ്പോഴാണ് മുന്തിരിക്ക് ഓട്ടം. ഇപ്പം മുന്തിരിക്ക് അതിൻ്റെ ഉള്ളിൽ ഫ്രീസ് ചെയ്ത് നിൽക്കുന്നുണ്ട്. എൻ്റെ അമ്മ കൂടെ ഞാൻ വാല് അടച്ചിട്ടുണ്ടായിരുന്നില്ല. ചെറുക്കൻ ഉറക്കമൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റ് വന്ന് നോക്കിക്കണുണ്ടല്ലോ. പുറത്തേക്ക് ചാടാണ്ട് ഇത് പായിക്കും. എൻ്റെ പൊന്നു മോനെ പുറത്ത് നിറച്ച് മഞ്ഞ, പുറത്തേക്കൊന്നും പോലെ. ഓക്കെ.